എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ. ഇന്ന് നമുക്ക് ഈ വാക്യങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കാം. ഈ വാക്യങ്ങളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ വാക്യം ആരംഭിക്കുന്നത് യഹോവ അബ്രാഹാമിനോട് എന്ന ഒരു പ്രസ്താവനയോട് കൂടിയാണ്. ദൈവത്തിൻ്റെ പേരായിട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നത് യഹോവ എന്ന നാമമാണ്. ദൈവത്തിനൊരു പേരുണ്ടോ? ദൈവം എന്ന പൊതുവായ ഒരു സംജ്ഞ കൊണ്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലരും മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ദൈവത്തിനൊരു പേര് കൊടുത്തു കഴിയുമ്പോൾ ആ ദൈവം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവമായി ചുരുക്കപ്പെടുന്നു, ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി വേർതിരിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് ദൈവം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് ദൈവം എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ പേര് യഹോവ എന്ന പേര് മനുഷ്യൻ ദൈവത്തിന് കൊടുത്ത പേരല്ല. ബൈബിളിലെ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷനായി വെളിപ്പെടുത്തിയ പേരാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മളതിനെക്കുറിച്ചുള്ള ആ സംഭവം മോശ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അത് യഹോവ എന്ന നിലയിലാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. യാഹ് എന്നാകുന്നു എൻ്റെ നാമമെന്ന് സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ യഹോവയായ ദൈവമാണ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ടത്. ലോകത്തിലെ അനേക ദൈവ സങ്കല്പങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏക സത്യ ദൈവമായ യഹോവയാണ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെടുകയും ഈ വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുന്നത്. ദൈവം എന്താണ് മോശയോട് പറയുന്നത്? ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഈ വാക്യത്തിൽ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യ ഭാഗം ദൈവം പറയുന്നത് എന്തൊക്കെ വിടണം എന്നാണ്. 3 കാര്യങ്ങൾ വിടണം എന്ന് ദൈവം അബ്രാഹാമിനോട് പറയുകയാണ്. ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. പിന്നീട് 2-ാമത്തെ ഭാഗത്ത് വിട്ടതിന് ശേഷം എങ്ങോട്ട് പോകണം എന്നും പറയുകയാണ്. ഈ ഒരു വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാടിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവനെ നിയന്ത്രിക്കുന്ന ചില പ്രമാണങ്ങളെ നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ദൈവ രാജ്യത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വചനമാണ് ഈ 1-ാമത്തെ വചനം. അതിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം വിടാനായിട്ട് അബ്രാഹാമിനോട് പറയുന്ന ചില കാര്യങ്ങൾ 3 കാര്യങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വന്തം ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. അവൻ്റെ സ്വന്തം ദേശം, അവൻ ജനിച്ചു വളർന്ന, അവൻ്റെ വേരുകളുള്ള ഒരു സ്വന്തം സ്ഥലം. ആ സ്ഥലത്തെക്കുറിച്ച്, ഒരു സ്വന്തം ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലം എത്ര മനോഹരമാണ് അല്ലയോ എന്നൊന്നും പ്രസക്തമായ കാര്യങ്ങളല്ല. അവിടെ എന്തെല്ലാം മഹത്തായ കാര്യങ്ങളുണ്ട് എന്നതൊന്നും പ്രസക്തമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ജനിച്ചു വീണ സ്ഥലം, അതേത് കുഗ്രാമമായാലും, ഇനി അതേത് മലമ്പ്രദേശമായാലും തീരപ്രദേശമായാലും അതവന് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് അവൻ്റെ ചാർച്ചക്കാരൻ, അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവൻ്റെ കസിൻസായിട്ടുള്ള ആളുകൾ, അതുപോലെ അവൻ്റെ പിതാവിൻ്റെ ഭവനക്കാർ, മാതാവിൻ്റെ ഭവനക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധു സമൂഹം എന്ന് പറയുന്നത് ഏതു മനുഷ്യൻ്റെയും ഒരു പ്രധാനപ്പെട്ട അസറ്റ് തന്നെയാണ്. 3-ാമത് പിതൃഭവനം, സ്വന്തം കുടുംബം. ആ സ്വന്തം കുടുംബത്തിൻ്റെ തണലിൽ കഴിയുക എന്നത് എത്ര സുരക്ഷിതത്വ ബോധം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വന്തം ദേശം, ബന്ധുജനങ്ങൾ, സ്വന്തം കുടുംബം, ഈ 3 കാര്യങ്ങൾ ഏതു മനുഷ്യനും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അവൻ്റെ സേഫ് സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു സ്ഥലത്തു നിന്ന് പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ അത് അത്ര സുഖകരമായൊരു അനുഭവമല്ല. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കറിയാം.
അവനവൻ ജനിച്ചു വീണ ആ മണ്ണിൽ, ജനിച്ചു വീണ ആ കുടുംബത്തിൽ എല്ലാവരുടെയും ഒക്കെ അരികിൽ ജീവിക്കുക, അതൊരു സേഫ് സോണാണ്. നമുക്കൊരു വല്ലാത്ത സുരക്ഷിതത്വ ബോധം നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അബ്രാഹാമിനോട് വിടാൻ പറഞ്ഞത് അബ്രാഹാമിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് കരുതിയിരുന്ന കാര്യങ്ങളെയാണ്. അദ്ദേഹത്തിൻ്റെ സേഫ് സോണായിട്ടുള്ള സ്ഥലത്ത്, ആ സ്ഥലത്തു നിന്നാണ് പുറപ്പെട്ട് പോരാനായിട്ട് ദൈവം പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവരാജ്യത്തിലേക്ക് വിളിച്ച് ദൈവം ചേർക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ, ദൈവരാജ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഒന്നാമത്തെ പ്രത്യേകത ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളും അല്ല അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ്. ദൈവം നമ്മളെക്കുറിച്ച് അതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭൂമി നമ്മുടെ താൽക്കാലിക വാസസ്ഥലമാണ്. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അബ്രാഹാമിൻ്റെ യാത്രയെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം വിശ്വാസത്തിന്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രാഹാമിൻ്റെ വിശ്വാസ യാത്രയെക്കുറിച്ച് പറയുകയാണ്. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അവർ ഈ ഭൂമിയിൽ അന്യനും പരദേശികളുമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവരാജ്യത്തിലായ മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട്, അവർ ഈ ഭൂമിയിൽ സ്വന്തമായി വസ്തുവകൾ ഉള്ളവരാണ് എന്ന നിലയിലല്ല, സ്വന്തമായി ഒരു ദേശമുണ്ട് എന്ന നിലയിലല്ല, സ്വന്തമായി കുറേ ബന്ധുബലമൊക്കെ ഉണ്ട് എന്ന നിലയിലല്ല, അവർ അന്യരും പരദേശികളുമാണ് എന്ന ചിന്തയിൽ ജീവിക്കണമെന്നാണ്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ദൈവം വിളിച്ചവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ തരത്തിൽ ജീവിക്കുക എന്നത്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ നന്മകളും, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ നന്മകളും നമുക്ക് അനുഭവിക്കാനായിട്ട് ദൈവം തരുന്ന നന്മകൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാം. പക്ഷേ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളോടും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം? അതിനെ നമുക്കുള്ള സമ്പത്ത് എന്ന നിലയിൽ അല്ല ഒരു ദൈവ പൈതൽ കാണേണ്ടത്, ഒരു വിശ്വാസി കാണേണ്ടത്. അബ്രാഹാം ഇതിനെയൊക്കെ വിടാനായിട്ട് കൽപ്പന ലഭിച്ച ഒരു മനുഷ്യനാണ്. അബ്രാഹാം അതിനെയൊക്കെ വിടുകയും ചെയ്തു. അബ്രാഹാം മാത്രമല്ല, വിശ്വാസ വീരന്മാരെക്കുറിച്ചെല്ലാം ബൈബിൾ പറയുമ്പോൾ മോശ കൊട്ടാരം വിട്ട മനുഷ്യനാണ്. പൗലോസ് അപ്പോസ്തലൻ വലിയ യഹൂദ പാരമ്പര്യങ്ങൾ വിട്ട് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ്. കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്ത അപ്പോസ്തലന്മാരെല്ലാം സകലവും വിട്ട് അവനെ അനുഗമിച്ച വ്യക്തികളാണ്. സകലവും വിട്ട് അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വീടുണ്ടായിരുന്നു, അവർക്ക് മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിട്ടു എന്ന് പറയുന്നത് ഹൃദയത്തിൽ നടന്നൊരു കാര്യമാണ്. മാനസികമായി ഒരു വേർപാട്. ഈ ഭൂമിയോടും ഈ ഭൂമിയിലുള്ള സകലത്തിനോടും സൂക്ഷിക്കുന്നവരായിരുന്നു ഈ വിശ്വാസികൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിത്തീർന്ന എല്ലാവരും. നമുക്കും ഈ ഒരു മനോഭാവം സൂക്ഷിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഭൂമിയിലെ സമ്പത്ത് എന്ന് നിലനിൽക്കുന്നതല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്കുള്ള അവകാശം മാത്രമേ എന്നും നിലനിൽക്കുന്നതായി നമുക്കുണ്ടാവുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ ഇന്ന് കംഫർട്ട് സോൺ എന്ന് കരുതുന്ന ഈ ഭൂമിയിലെ ഏത് ഗ്രാമമായാലും, ഏത് പട്ടണമായാലും, ഏത് വീടായാലും വാസ്തവത്തിൽ അത് കംഫർട്ട് സോൺ അല്ല. ഏത് നിമിഷം വേണമെങ്കിലും അപകടത്തിലാകാവുന്ന സ്ഥലങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. ദൈവരാജ്യത്തിലായിത്തീർന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ ഭൂമിയിലുള്ളത് അവൻ്റെ സമ്പത്തോ ഈ ഭൂമി അവൻ്റെ കംഫർട്ട് സോണോ അല്ല എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ ആത്മീകമായ പാഠം. രണ്ടാമത്തെ പാഠം, ദൈവരാജ്യത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട മനുഷ്യർ അവർ ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് എന്ന പാഠമാണ്. ഈ ഒന്നാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്നാണ്. അബ്രാഹാമിനോട് ദൈവം പോകാനുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല, ആ സ്ഥലത്തിൻ്റെ വിവരണം കൊടുത്തില്ല. നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും മെച്ചമായതൊന്ന് കിട്ടുമെന്ന് മനസ്സിലായാൽ നമ്മുടെ കയ്യിലുള്ളത് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് വളരെ എളുപ്പമാണ്. പക്ഷേ നിൻ്റെ കയ്യിലിരിക്കുന്നത് നീ വിട്ടുകളാം, ഞാൻ നിനക്ക് മറ്റൊന്ന് തരാം എന്ന് പറഞ്ഞാൽ ഈ ലഭിക്കാൻ പോകുന്ന മറ്റൊന്ന് എന്താണ് എന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിൽ നമുക്ക് വിടാനായിട്ട് ബുദ്ധിമുട്ടാണ്, കയ്യിലിരിക്കുന്നത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അബ്രാഹാമിന് ദൈവം ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ കാണിക്കാനിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം എന്നാണ്. എന്നാൽ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് പോലെ തന്നെ
തനിക്കുള്ളതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായി തീർന്നു. എന്താണ് അബ്രാഹാമിനെ അതിനായിട്ട് പ്രാപ്തനാക്കിയതെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്താലാണത് കഴിഞ്ഞത്. വിശ്വാസത്തിന് സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതിനെ കാണാനുള്ളൊരു കഴിവുണ്ട്. ആ കഴിവ് അവൻ്റെ വിശ്വാസം ദൈവത്തിലാണ് എന്നതിൽ നിന്ന് ലഭിക്കുന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൈവം എന്ന വ്യക്തിയിലും ദൈവം പറയുന്ന വാക്കുകളിലുമുള്ള പൂർണ്ണമായ ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ അബ്രാഹാമിനോട് പറഞ്ഞതാരാണ്? നീ ഇത് വിടാൻ പറഞ്ഞത് ദൈവമാണ്, നിനക്ക് മറ്റൊരു സ്ഥലം തരാം എന്ന് പറഞ്ഞത് ദൈവമാണ്. ഈ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസമാണ് അബ്രാഹാമിനെ ഇത് വിടുവാനും ആ ദേശം വിട്ട് പുറപ്പെടുവാനും പ്രാപ്തനാക്കിയത്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ച് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് യാത്രയാകുവാൻ അതിൻ്റെ മധ്യേ വന്ന പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും ഒന്നും കാര്യമാക്കാതെ, അതിൻ്റെ ഇടയിലൊന്നും സ്വന്തമായ ഒരു സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അബ്രാഹാമിന് സാധിച്ചത് ഈ ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. ആ ദൈവം പറഞ്ഞ വാക്കുകളിലുള്ള വിശ്വാസമായിരുന്നു. ദൈവം ഒരു കാര്യം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും തിന്മയായിരിക്കില്ല, അതെനിക്ക് നന്മയായിരിക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അതായിരിക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവനാണ് വിശ്വാസി. ഇന്ന് പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നവരാണ്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം പറഞ്ഞ വാക്കുകളെ മുഖവിലയ്ക്കെടുത്ത് സ്വീകരിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടുകൾ വയ്ക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയല്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക്, കർത്താവിൻ്റെ പരിപാടിയിലേക്ക് കർത്താവ് വിളിച്ച് ചേർത്ത മനുഷ്യർ, അവർ ഒന്നാമത് ഈ ഭൂമിയെ അവരുടെ സമ്പത്തായിട്ട് കാണാത്തവരാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. ഈ ഭൂമിയെ അവരുടെ കംഫർട്ട് സോണായിട്ട്, സേഫ് സോണായിട്ട് കരുതാത്തവരാണ്. രണ്ടാമത്, അവർ ദൈവം എന്ന വ്യക്തിയിലും ദൈവത്തിൻ്റെ വാക്കുകളിലും വിശ്വാസമർപ്പിച്ച്, ആശ്രയമർപ്പിച്ച്, കാണാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവമാണ് പറഞ്ഞത് എന്ന ഒറ്റ കാരണം കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ്. ഈ രണ്ട് പ്രത്യേകതകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇതാണ് ദൈവ രാജ്യത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.